അനിയത്തിപ്രാവ് 2 ഉണ്ടെങ്കിൽ വിളിക്കണേ. വരും, ഞാൻ വരും. ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. എനിക്ക് ഭയങ്കര അന്നേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു അനിയത്തിപ്രാവിന്റെ 2 സെക്കൻഡ് പാർട്ടിൽ ഞാൻ ആക്ട് ചെയ്യുന്നു. ഇടയ്ക്ക് എനിക്ക് മറവി വരും. അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. ഞാൻ ആക്ട് ചെയ്യാറില്ലല്ലോ. അല്ല എന്നെ വിളിക്കോ. എനിക്കത് അറിഞ്ഞിരിക്കാനാ, ജസ്റ്റ് ടു അപ്ഡേറ്റ് മൈ നോളജ്. ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? വാഴ 2 കണ്ടോ? കാണണേ. അതിലുണ്ടോ? ഇല്ല, വാഴ കേട്ടോ. വലിയ ആൾക്കാരല്ലേ കേട്ടോ, മാമനോടും തോന്നല്ലേ. എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഈയിടയ്ക്ക് ഫോട്ടോ വെച്ചിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 3 ദിവസം അവന്റെ വീട്ടിൽ നിന്ന് തന്നെ അവസരം. ഞാൻ പറഞ്ഞു മതിയടാ മതി, എനിക്ക് എന്നിട്ട് വയ്യ. അവരാണോ മതി എന്ന് പറഞ്ഞത്? അല്ലല്ല. നിറത്തിലൊരു ഡയലോഗ് ഇല്ലേ? നിറത്തിലാ കണ്ടില്ലേ ചിതു? അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ചിതു പറയൂ, നമുക്ക് ഫ്രണ്ട്സ് ആയിക്കോട്ടെ. അയ്യന്റെ മോനെ, ഇത്രയും ഡായുള്ളൊരു പടം ഇല്ലടാ. ട്രെൻഡിങ് ആകുന്ന ഒരു സമയം. അത് ശരിയാ. ഞാനിവിടെ ഫുൾ ഡായ. കമന്റിൽ ഒരു പേര് എല്ലാരും ഡാ എന്ന് വിളിക്കണത്. അത് ഈ നിറം കണ്ടപ്പോ തുടങ്ങിയതാ എനിക്ക് ആ ഇഷ്ടു. ഈ സെഗ്മെന്റ് മുഴുവൻ നമുക്ക് ഡാ വിളിച്ച് കളിക്കാം. ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ഡാ വിതൗട്ട് ഫീലിംഗ് ഗിൽറ്റി, യു നോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഡാ എന്താ ഏത് ഫാഷൻ ട്രെൻഡ് ആണ് നിനക്ക് ഇഷ്ടമില്ലാത്തെ? ഞാനിപ്പോ ശരിക്കും ഏത് ഫാഷൻ ട്രെൻഡാ ഇഷ്ടമല്ലാത്ത? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ എന്നെ ഡീന്ന് വിളിക്കേ. നിങ്ങൾ ഡാന്നല്ലേ വിളിക്കുന്നത്? ഡിയിലും ഉള്ള ലേയേഴ്സ് ഉള്ള തമാശകളാണ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്. കാരണം അത് എല്ലാ ലെവലിലും മനസ്സിലാവും നമുക്ക്. പ്രഥമദൃഷ്ടി അതൊരു തമാശയായിട്ട് വർക്കാണെങ്കിലും അത് ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ചിരിക്കാൻ പറ്റും. അതിന്റെ താഴെ പൊളിറ്റിക്സ് അവെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിരിക്കാനുള്ളതും അതിന്റെ അടിയിലുണ്ട്. അപ്പൊ ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഏത് ലെവലിലായിരിക്കും മനസ്സിലാക്കുക? ആ ഫസ്റ്റത്തെ ശരിയായിരിക്കും. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഇല്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഞങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഓഡിയൻസ് അല്ല, ഇതിനും വെളിയിലൊരു വലിയ ലോകമുണ്ട് ചാക്കോച്ച. അങ്ങനെയുണ്ട്. എന്റെ സെറ്റയർ എങ്ങനെയുണ്ട്? ഭയങ്കരം തന്നെ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ചാക്കോച്ചന്റെ ഹീറോയിനായിട്ട് പേളി ചേച്ചിനെ എന്തെങ്കിലും ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ? എന്തിപ്പോ സംഭവിച്ചത്? എങ്ങനെയുണ്ട്? സത്യം എനിക്കിത് എന്താന്ന് പോലും അറിയില്ല സാനിപ്പ. ഞാനിത് ഇന്നാണ് കാണുന്നത്. സ്വാഭാവികം. They are waiting to see you perform in the movie എന്ന് പറഞ്ഞു. ചാക്കോച്ചൻ ഏത് ആക്ട്രസിന്റെ കൂടെ ആക്ട് ചെയ്യുന്നു പറഞ്ഞേ? ആണോ? അയ്യടാ പാവം. ഇതൊരു വലിയ ആക്ട്രസിന്റെ കൂടെ. എന്നാ അത്? സോ ഇപ്പോഴത്തെ ചാക്കോച്ചൻ, if you're just entering that room and he doesn't know who you are, but you are just getting some time to talk to him. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ചാക്കോച്ചൻ അപ്പോഴത്തെ ചാക്കോച്ചനോട് ചെന്ന് പറയുന്നത് എന്താണല്ലേ? ചാക്കോച്ച, കുറെ വർഷങ്ങൾ കഴിഞ്ഞു, ഒരു 51ാമത്തെ എപ്പിസോഡിനായിട്ട് ഒരാൾ വിളിക്കും. അവിടെ പോയി എല്ലാം ഓക്കെയാ. കഷ്ടമുണ്ട് കേട്ടാ. ഇറങ്ങ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ്, കുടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ്. ചാക്കോച്ച, ആ മുണ്ടൊന്ന് പൊക്കി കാണിച്ചേ. അല്ലല്ല, അങ്ങനെയല്ല. ആ ഡിസൈൻ മാറ്റി കാണിക്കുന്നതല്ല, പൊക്കി കാണിക്കുന്നതല്ല. ഇത് പ്രിയ ചേച്ചിയുടെ സാരിയുടെ ബാക്കിയല്ലേ? അത് ബാക്കി ആണോ? ഇഷ്ടായോ? ഈ ക്യാപ്പ് കൊണ്ടുപോട്ടെ. എനിക്ക് ഈ കളർ ഉണ്ടോ? എനിക്ക് ആ കളർ ഇല്ല. കുഴപ്പമില്ലല്ലോ. നോ പ്രോബ്ലം. താങ്ക് യു.
ഞാൻ പോകുന്നു. ബൈ ബൈ.